കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. മത്തായി സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. പരിപൂർണവും പരിശുദ്ധവുമായ സ്വർഗത്തിൽ പോകാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിനനുസരിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ജീവിതം പ്രത്യാശാ നിർഭരമായിരിക്കും. സ്വർഗരാജ്യം ആർക്കാണ് ലഭിക്കുന്നത്? അതിന് എന്ത് ചെയ്യണം? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. വീണ്ടും ജനനം പ്രാപിച്ചവർക്കാണ് ദൈവരാജ്യ പ്രവേശനം ലഭിക്കാൻ ഇടയാകുന്നത്. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 15-ാം വാക്യം. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ശിശുവിൻ്റെ ശരീരമല്ല, ശിശുവിൻ്റെ നിർമ്മലമായ സ്വഭാവമാണ് ദൈവരാജ്യ പ്രവേശനത്തിന് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കേണ്ടത്. ഈ രാവിലെ സമയം നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി തീരുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ നിർമ്മല ഹൃദയത്തിൻ്റെ ഉടമകളായി ജീവിപ്പാൻ ഈ പകൽ ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ.